സക്താ കർമ്മണ്യ വിദ്വാംസോ യഥാ കുർവന്തി ഭാരത കുര്യാത് വിദ്വാംസ് തഥാ സക്തഃ ചികീർഷു ലോകസംഗ്രഹം. വളരെ പ്രധാനപ്പെട്ട ഒരു ശ്ലോകം ഞാനിതിന് മുമ്പും പറഞ്ഞിട്ടുണ്ട്. ഈ ഒട്ടിപ്പിടിച്ചിരിക്കുന്ന സംഘികളുണ്ടല്ലോ, അവരെങ്ങനെയാണോ വളരെ ശ്രദ്ധയോടുകൂടി ഈ ലോകത്തിൽ പലതും ചെയ്യുന്നത്, അതേപോലെ വേണം അറിവുള്ളവനും ചെയ്യാൻ. കുര്യാത് വിദ്വാംസ് തഥാ സക്തഃ. ഒരു ജ്ഞാനനിഷ്ഠനാണെന്ന് പറഞ്ഞ് ഒരു ജോലിയും ശ്രദ്ധയില്ലാതെ ചെയ്യരുത്. എന്ത് ചെയ്താലും അത് കണ്ണ് കഴുകി നോക്കണം എന്ന് തോന്നത്തക്ക വിധത്തിൽ വേണം ചെയ്യാൻ. അത്ര ശ്രദ്ധയോടുകൂടി വേണം ചെയ്യാൻ. പക്ഷെ ആ ചെയ്യുമ്പോൾ അയാളുടെ ദൃഷ്ടി ജ്ഞാനിയുടെ ദൃഷ്ടി എന്തായിരിക്കും? ചികീർഷുഹു ലോകസംഗ്രഹം. ലോകത്തിൻ്റെ നന്മയെ ഉദ്ദേശിച്ചായിരിക്കും താൻ ചെയ്യുന്നത് മുഴുവനും, എല്ലാ പ്രവൃത്തിയും. ഇപ്പം ഞാൻ ഈ മുക്തിസുധാകരം എന്ന് പറയുന്ന സംപ്രേഷണം ശരി ഞാൻ പറയാമെന്ന് പറഞ്ഞ് പുറപ്പെട്ടത് എന്താ? എത്രയോ ജനങ്ങളിത് കേൾക്കണം എന്ന് ആവശ്യപ്പെടുന്നുണ്ട് സ്വാമിജി. അതുകൊണ്ട് സ്വാമിജി ഒന്ന് പറഞ്ഞാൽ കൊള്ളാം എന്ന് ആദ്യം എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞപ്പോൾ ഞാൻ സമ്മതിച്ചതാണ്. ലോകത്തിൻ്റെ നന്മ, അതിന് വരാൻ പോകുന്ന നന്മയെ ഉദ്ദേശിച്ച് എന്താ ഈ പറയുന്നത്? സത്യം, ധർമ്മം, ശാശ്വതമായിരിക്കുന്ന മൂല്യങ്ങൾ. അതാരെങ്കിലും പറഞ്ഞാലല്ലേ, അതാരെങ്കിലും പ്രതിപാദിച്ചാലല്ലേ മറ്റുള്ളവർക്ക് കേൾക്കാൻ പറ്റുള്ളൂ. അങ്ങനെ കേട്ടുകഴിഞ്ഞാലോ പലരുടെയും ഹൃദയത്തിൽ അത് സ്ഥാനം പിടിച്ച് അതൊരു സംസ്കാര പ്രവാഹമായി ഇങ്ങനെ നിലനിൽക്കും. അങ്ങനെ നിലനിന്നതാണല്ലോ അനാദിയായിരിക്കുന്ന വേദകാലം മുതൽക്ക് ഇന്നേ വരെ നമ്മുടെ സംസ്കാരങ്ങളെല്ലാം. അപ്പോൾ എന്ത് ചെയ്യുമ്പോഴും, നിങ്ങളുടെ വീട്ടിലൊരു കുട്ടി ജനിച്ചു, അത് എൻ്റെ കുട്ടിയാ, എനിക്ക് ചാവുമ്പോഴേ വെള്ളം തരാനാ, ഞാൻ ചെത്തുപോയാലേ കർമ്മം ചെയ്യാനാ, അങ്ങനെയല്ല ആ കുട്ടി ജനിക്കുന്നത്. ആ കുട്ടി ജനിക്കുന്നത് നമ്മുടെ രാജ്യത്തിൻ്റെയും ലോകത്തിൻ്റെയും ഒരു പൗരനായി ജനിക്കുക. പക്ഷേ എല്ലാവരുടെ വയറ്റൊന്നും കൂടി ജനിക്കാൻ പറ്റില്ല. ഗർഭപാത്രത്തിൽ നിന്ന് ഒരമ്മയ്ക്ക് മകനായിട്ടോ മകളായിട്ടോ ജനിക്കാനേ പറ്റുള്ളൂ. നമ്മളിവിടെ ജീവിക്കുന്നത് ഭൂമണ്ഡലത്തിലാണ്. മനുഷ്യരാശി ചെയ്യുന്ന പ്രവൃത്തി മുഴുവനും ഈ ഭൂലോകത്തിലേക്കുള്ള ഒരു സംഭാവനയാണ്, ഒരു സമർപ്പണമാണ്, ഒരു മുതൽക്കൂട്ടാണ് എന്ന് വിചാരിച്ച് വേണം ചെയ്യാൻ. സമാജത്തിന് മൾട്ടിപ്പിൾ കോൺട്രിബ്യൂഷൻസ്, ബഹുമുഖ സംഭാവനകളും സമർപ്പണങ്ങളും ആവശ്യമാണ്. അതിൽപ്പെട്ട ഒന്നാണ് മുക്തിസുധാകരം സംപ്രേഷണം. ഞങ്ങളുടെയൊക്കെ ജീവിതം മനുഷ്യരാശിക്കുള്ള ഒരു സമർപ്പണ. ഏത് വീട്ടമ്മ ഏത് അടുക്കളയിൽ എവിടെ ജോലി ചെയ്താലും ദാറ്റ് ഈസ് ഓൾസോ എ കോൺട്രിബ്യൂഷൻ ടു ദ പൂൾ ഓഫ് ദ വേൾഡ്. ഇത് നിങ്ങളെല്ലാവരും നല്ലപോലെ മനസ്സിലാക്കണം. ഒരു വ്യക്തിപ്രവൃത്തി എന്നൊരു പ്രവൃത്തിയില്ല അവിടെ. സമൂഹ പ്രവൃത്തിയേ ഉള്ളൂ, ലോകപ്രവൃത്തിയേ ഉള്ളൂ, ഈശ്വരീയമായിട്ടുള്ളതേ ഉള്ളൂ അവിടെ. അനീശ്വരത്വം എന്ന് പറയാൻ ഒന്നുമില്ല അവിടെ. ചികീർഷുഹു ലോകസംഗ്രഹം. ആ ലോകത്തിൻ്റെ നന്മയെ ഉദ്ദേശിച്ചുകൊണ്ടാണ് ഒരു ജ്ഞാനി പ്രവർത്തിക്കുന്നത്. ഇതെങ്ങനെയാണ് ഈ ജ്ഞാനം വരിക? തഥാ അസക്ത. ഒരൊറ്റ എണ്ണത്തോട് ഒട്ടലുണ്ടാവരുത്. ആശ പാടില്ല. ആശ എന്ന് പറഞ്ഞാൽ തനിക്ക് 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 എന്നുള്ളത് ഏർപ്പാടാ, അത് പാടില്ല. ആഗ്രഹം പാടില്ല, മമത പാടില്ല, അഹങ്കാരവും പാടില്ല. അപ്പോൾ ഓട്ടോമാറ്റിക്കലി തന്നെത്താനെ സ്വാഭാവികമായി ഈ ലോകസംഗ്രഹചിന്ത മനസ്സിനെ നിറയ്ക്കും.